നമസ്കാരം. അമേരിക്ക ഫസ്റ്റ് എന്നതാണ് ട്രംപിൻ്റെ നിലപാട്. ട്രംപ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അമേരിക്കക്കാരുടെ കയ്യടിക്ക് വേണ്ടിയാണ്. വാസ്തവത്തിൽ ട്രംപിനെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. ട്രംപിനെ തിരഞ്ഞെടുത്തത് അമേരിക്കൻ ജനതയാണ്. അമേരിക്ക പരമ്പരാഗതമായി ലോകത്തിൻ്റെ പോലീസ് പദവിയിൽ തുടരുമ്പോഴും അമേരിക്കയുടെ താല്പര്യമാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ലോക പോലീസ് രണ്ടാമതാണ് എന്ന് ട്രംപ് ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുടിയേറ്റ നയത്തിലൊക്കെ അതിശക്തമായ നിലപാടെടുക്കുന്നു. ട്രംപ് അധികാരമേറ്റ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 500ഓളം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അനധികൃത കുടിയേറ്റക്കാരെ. അമേരിക്കയുമായി ബന്ധമുള്ള രാജ്യങ്ങളോട് സഹകരണം ആവശ്യപ്പെടുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ തുറന്ന സഹകരണം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ നിയമവിരുദ്ധമായി അമേരിക്കയിലുണ്ടെങ്കിൽ അവരെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ ഇന്ത്യ സഹകരിക്കാമെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു ബന്ധം ട്രംപ് ലോകത്തെ സൗഹൃദ രാജ്യങ്ങളോട് എടുക്കുകയാണ്. അങ്ങനെ ആഭ്യന്തര കാര്യത്തിൽ ട്രംപ് കൂടുതൽ പിടിമുറുക്കുമ്പോൾ തന്നെ ട്രംപിൻ്റെ വിദേശ നയം എന്തായിരിക്കുമെന്ന ചർച്ച ശക്തമാണ്. വലത് രാഷ്ട്രീയമാണ് ട്രംപിൻ്റേത്. എന്നാൽ ട്രംപിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ശക്തമായ 2 രാജ്യങ്ങളുടെ ഭരണാധികാരികളെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ട്രംപ് ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിച്ചില്ല. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് രാഷ്ട്രതലവന്മാരെ പൊതുവെ ക്ഷണിക്കാറില്ല, പക്ഷേ കുറച്ചു പേരെ ക്ഷണിക്കാറുണ്ട്. ചൈനീസ് പ്രസിഡന്റിനെ ക്ഷണിച്ചു, പോയില്ലെങ്കിലും. അതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി, ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് അടക്കം തീവ്ര വലത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെയൊക്കെ ട്രംപ് പ്രത്യേകം ക്ഷണിച്ചു, ഈ ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ ട്രംപിൻ്റെ ഇടതും വലതും നിൽക്കേണ്ട 2 ഭരണാധികാരികൾ നെതന്യാഹു മോദിയും ക്ഷണിച്ചവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അത് വലിയ ഊഹാപോഹങ്ങൾക്കൊക്കെ കാരണമായി. പക്ഷേ എന്തുകൊണ്ടാവാം ചിലരെ ക്ഷണിച്ചത്, ചിലരെ ക്ഷണിക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെയോ ഇസ്രായേലിലെയോ മാധ്യമങ്ങൾക്ക് പോലും ഉറപ്പില്ല. എന്നാൽ ട്രംപുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ കൃത്യമായി ഉറപ്പുണ്ട്. ലോകത്തിൻ്റെ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ്. അതിന് വേറിറക്കണം എന്ന കാര്യത്തിൽ ട്രംപിന് ഒരു സംശയവുമില്ല. ട്രംപിൻ്റെ എല്ലാ സംസാരങ്ങളിലും എല്ലാ വാഗ്ദാനങ്ങളിലും അതുണ്ടായിരുന്നു. അതിനുവേണ്ടി ട്രംപിനൊരു ഫോർമുലയുണ്ട്. ആദ്യം ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എടുത്തിരുന്ന അതേ ഫോർമുല ട്രംപ് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് വ്യക്തമാവുന്നു. നമുക്കറിയാം, ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ട്രംപ് അന്നും എടുത്തത്, ഇന്നും എടുത്തത്. ട്രംപും നെതന്യാഹുവും തമ്മിൽ ഭിന്നതകൾ ഉണ്ടെങ്കിലും ട്രംപും ഇസ്രായേലും തമ്മിൽ ഭിന്നതകളില്ല. അതേസമയം ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയുടെ സ്വത്ത് ഇങ്ങനെ കണക്കില്ലാതെ ചെലവഴിക്കുന്നത് ഉചിതമാണോ എന്നൊരു ചോദ്യം ട്രംപ് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇറാനെ ആക്രമിക്കുന്ന ഇസ്രായേൽ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നെന്ന് പരാതിയുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ ഷോക്ക് കൊടുക്കാൻ വേണ്ടി ഇസ്രായേലിനെ സൂക്ഷിക്കണം, അമേരിക്ക അനാവശ്യമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ഉണ്ടായ ഒരു വലിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ട്രംപ് ഷെയർ ചെയ്തത്. അതായത് ട്രംപിൻ്റെ ഒരു നിലപാട് യുദ്ധം ആവശ്യമില്ല എന്നതാണ്. അത് ഇറാനോടാണെങ്കിലും ശരി, മറ്റേത് രാജ്യത്തോടാണെങ്കിലും ശരി, മറ്റ് ഭരണാധികാരികളൊക്കെ അമേരിക്കയുടെ മേധാവിത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ യുദ്ധം ചെയ്യാറുണ്ട്. അത്തരമൊരു നിലപാട് ട്രംപിനില്ല. ട്രംപ് പക്ഷേ യുദ്ധഭീഷണി മുഴക്കിയിരിക്കുന്ന 2 കാര്യത്തിലാണ്. ഒന്ന്, പനാമ കനാലിൻ്റെ കാര്യത്തിൽ റിപ്പബ്ലിക് ഓഫ് പനാമയ്ക്കെതിരെയും ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ ഡെൻമാർക്കിനെതിരെയും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഡെൻമാർക്ക് പ്രസിഡന്റുമായി ട്രംപ് ഏതാണ്ട് 3/4 മണിക്കൂർ ചൂടേറിയ വാഗ്വാദം നടത്തി ടെലിഫോണിലൂടെ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ പരമാധികാരത്തിന് ഗ്രീൻലാൻഡ് നിർണായകമാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. പക്ഷെ അതൊന്നും യുദ്ധാന്തരീക്ഷത്തിലേക്ക് വളരുകയില്ല. അവർക്കാർക്കും അമേരിക്കയുടെ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുമില്ല. ട്രംപിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാവാം. അതേസമയം ഇസ്രായേലിനെ ട്രംപ് സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന വെല്ലുവിളി അവരുടെ ആഭ്യന്തര സുരക്ഷ തന്നെയാണ്. അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയും വളരുന്നു. അവരെ രണ്ടിനെയും ക്രഷ് ചെയ്തുകൊണ്ട് അമേരിക്ക മുന്നേറുന്നു. ഇപ്പോൾ അതിനുപറ്റിയ ഒരു സാഹചര്യം ഇസ്രായേൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ലെബനനിൽ അധിനിവേശം നടത്തി ലെബനനിലെ ഹിസ്ബുള്ളയുടെ സ്വാധീനത്തിൽ കുറവ് വരുത്തി. ഹിസ്ബുള്ളയുടെ തലവനെ കൊന്നു, സിറിയ ഛിന്നഭിന്നമാക്കി, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിയന്ത്രണത്തിലാക്കി. അങ്ങനെ ഇസ്രായേൽ കൂടുതൽ സുരക്ഷിതമായ ഒരു സാഹചര്യം രൂപപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തുടർ നടപടികളുമായി മുമ്പോട്ട് പോകാൻ ട്രംപിൻ്റെ അനുമതി ഉണ്ടാവും, അംഗീകാരമുണ്ടാവും എന്ന് വ്യക്തമാണ്. ഉദാഹരണത്തിന്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. എന്നാൽ ഫലസ്തീനും ഇസ്രായേലും 2 രാജ്യങ്ങളായി മുമ്പോട്ട് പോവാൻ ഇസ്രായേൽ ആഗ്രഹിച്ചെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഫലസ്തീനില്ല. ഫലസ്തീൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ഇല്ലാത്തൊരു ലോകമാണ്. അതിനുവേണ്ടി അവിടെ കഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട് ഇസ്രായേലിൻ്റെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നതാണ്.
ഇപ്പോൾ സിറിയയുടെ കയ്യിലിരുന്ന ഗോലൻ കുന്നിലെ കുറേ ഭാഗങ്ങൾ ഇസ്രായേൽ അവരുടേതാണ് എന്ന തരത്തിൽ മാപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന് ട്രംപ് ആദ്യ ഭരണ സമയത്ത് അംഗീകരിച്ചിരുന്നു. ഇതാ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഇസ്രായേൽ സിറിയയിൽ ആഭ്യന്തര പ്രശ്നമുണ്ടായപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി. അതായത് നേരത്തെ കൈവശപ്പെടുത്തിയതിന് അപ്പുറത്തേക്ക് ഗോലൻ കുന്നും പൂർണ്ണമായും തന്നെ കൈവശപ്പെടുത്തി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കും തൽക്കാലം എന്ന് പറഞ്ഞ്. പക്ഷെ ആരും അനങ്ങുന്നില്ല. ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് ട്രംപിൻ്റെ പിന്തുണയോടെ ഗോലൻ കുന്ന് പൂർണ്ണമായും ഇസ്രായേൽ സ്വന്തമാക്കുമെന്ന്, ആരും അതിനെ ചോദ്യം ചെയ്യില്ലെന്ന. ലെബനനിലെ ചില പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെയാണ് ജെറുസലേമിന് ട്രംപ് അംഗീകാരം കൊടുത്തിരുന്നു. ഇസ്രായേലിന്റെ തലസ്ഥാനമായി ജെറുസലേം മാറണം എന്നതാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്കയുടെ ഇസ്രായേലി എംബസി ടെല്ലവീവിൽ നിന്നും ജെറുസലേമിലേക്ക് മാറ്റാൻ ട്രംപ് ഒരുക്കും. ഇതൊക്കെ കഴിഞ്ഞ തവണ ചെയ്തതാണ്. ആ നിലപാടിലൊന്നും ട്രംപ് പിറകോട്ട് പോകുന്നേയില്ല. അങ്ങനെ ഇസ്രായേലിനെ വലുതാക്കുക, ശക്തിപ്പെടുത്തുക, എന്നാൽ അമേരിക്കയുടെ ചെലവ് കുറയ്ക്കുക, അനാവശ്യമായി യുദ്ധം ഒഴിവാക്കുക എന്ന തന്ത്രം ട്രംപ് ഇസ്രായേലിന്റെ കാര്യത്തിൽ എടുക്കുന്നു എന്ന് വ്യക്തമാണ്. ട്രംപിന്റെ മുൻഗണന അറബ് രാജ്യങ്ങളുടെ കൂടുതൽ സഹകരണമാണ്. അതുകൊണ്ടാണ് ട്രംപ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധമുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. മറ്റൊരു അമേരിക്കൻ ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും ജോർദാനും തമ്മിൽ ഒരു കരാർ ഏർപ്പെട്ടതിന് ശേഷം ആദ്യമായി UAEയും ഇസ്രായേലും തമ്മിലും, ബഹ്റൈനും ഇസ്രായേലും തമ്മിലും, മൊറോക്കോയും ഇസ്രായേലും തമ്മിലും, സുഡാനും ഇസ്രായേലും തമ്മിലും കരാറുണ്ടാക്കി. സൗദി അറേബ്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് വിമാനം പറന്നു. അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിന് എതിരാവുന്ന സാഹചര്യം ഒഴിവാക്കി ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കാൻ ട്രംപ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നുണ്ട്. അത് ഇക്കുറിയും തുടരുമെന്ന് തീർച്ചയാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം, ട്രംപ് ആദ്യം ടെലിഫോൺ വിളിച്ചത് ആരെയാണ് ശ്രദ്ധിക്കുക. പരമ്പരാഗതമായി അമേരിക്കയുടെ പ്രസിഡന്റ് ചുമതലയേറ്റാൽ ആദ്യം വിളിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ബ്രിട്ടനും അമേരിക്കയും ഒരുമിച്ചാണ് സഖ്യമായി നിൽക്കുന്നത്. നാറ്റോ ആണെങ്കിലും ബാക്കി ഏത് ശക്തിയാണെങ്കിലും ബ്രിട്ടനേക്കാൾ ശക്തിയുള്ള രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ. പക്ഷേ എക്കാലത്തും പരമ്പരാഗതമായി അമേരിക്കയും ബ്രിട്ടനും തമ്മിലൊരു ആരോഗ്യകരമായ ബന്ധമുണ്ട്, ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലാണ് ആദ്യം സംസാരിക്കുന്നത്. എന്നാൽ ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അയൽപക്കത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. ബ്രിട്ടനിൽ പുതുതായി എമേർജ് ചെയ്ത ഒരു പാർട്ടിയുണ്ട്, റിഫോംസ് UK എന്ന് പറയും. ഈ റിഫോം UKയുടെ നേതാവ് നൈജൽ ഫറാജിനെ ട്രംപ് ക്ഷണിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചില്ല. പ്രധാനമന്ത്രി എന്ന നില ബ്രിട്ടനിൽ ആരെയും ക്ഷണിച്ചില്ല. ഇപ്പം ഇന്ത്യ വിദേശകാര്യമന്ത്രി അയച്ചു, പക്ഷെ ബ്രിട്ടൻ അമേരിക്കൻ അംബാസഡറാണ് അയച്ചത്. അത്ര വിരുദ്ധമായ നിലപാടാണ് ബ്രിട്ടനിലെ ലേബർ പാർട്ടിയോട് ട്രംപിനുള്ളത്. അതേസമയം ട്രംപ് ആദ്യമായി ഫോണിന് വിളിച്ചത് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെയാണ്. MBS എന്ന് വിളിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാനെയാണ്. സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു. അതിനിടയിലാണ് ഈ സൗദി അറേബ്യയുടെ രാജകുമാരനായ MBSന്റെ ജമാൽ ഖഷോഗി എന്ന വാഷിങ്ടൺ പോസ്റ്റിന്റെ ലേഖകനെ സൗദിയുടെ തുർക്കി എംബസിയിൽ വിളിച്ചു വരുത്തി ഒന്ന് സൂട്ട് കേസിലാക്കി കൊണ്ടുപോയി എന്ന ആരോപണം ഉണ്ടാവും. CIA കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇതൊന്നും ട്രംപിനെ ബാധിക്കുന്ന വിഷയമല്ല. ട്രംപ് പറയുന്നു അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി സൗദി അറേബ്യ ഉണ്ടാവണം. സൗദി അറേബ്യ 600 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ നിക്ഷേപമാണ് അമേരിക്കയിൽ ഇപ്പോൾ വാക്കുകൊടുത്തിരിക്കുന്നത്. 600 ബില്യൺ, ഏതാണ്ട് 50 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തും ചെയ്യാൻ കഴിയാത്ത നിക്ഷേപമാണ്. അതേസമയം ട്രംപ് വിളിച്ചിട്ട് പറഞ്ഞത് അത് 1 ട്രില്യൺ ആക്കണമെന്നാണ്. ഈ 600 ബില്യണിൽ നിർത്തരുത്, 1 ട്രില്യൺ ആക്കണമെന്നാണ്. കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിൽ എത്തിയപ്പോഴും ആദ്യം സന്ദർശിച്ചത് സൗദിയിലായിരുന്നു. സൗദിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സൗദി പരമ്പരാഗതമായി എണ്ണയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വലിയ ഒരു നഗരം മരുഭൂമിയിൽ സൗദി പണിതുകൊണ്ടിരിക്കുന്നു. ഈ നഗരം സൗദിയുടെ മുഖച്ഛായ തന്നെ മാറ്റും. ലോകത്തെ ഏറ്റവും വെൽ പ്ലാൻഡ് നഗരമായി മാറും. എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും നിർമ്മിതി ബുദ്ധിയുടെ സഹായമൊക്കെയുള്ള ലോകത്തെ ഏറ്റവും സാങ്കേതികമായ മികവുള്ള നഗരമായി സൗദി അറേബ്യയുടെ ഈ പുതിയ നഗരം മാറും. അത് ശതകോടികളാണ് മുടക്കുന്നത്. ഈ നഗരത്തിലടക്കം അമേരിക്കയുടെ സഹകരണം സൗദി രാജകുമാരൻ ആഗ്രഹിക്കുന്നുണ്ട്. സൗദിയെ പരമ്പരാഗതമായ ഇസ്ലാമിക മൗലികവാദത്തിൽ നിന്ന് രക്ഷിച്ച് സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുത്ത് ബിസിനസ്സുകളെ വളർത്തിയെടുത്ത് സൗദിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ ശ്രമിക്കുന്ന MBSും ട്രംപും തമ്മിൽ അടുപ്പത്തിലാണ്. ആ അടുപ്പത്തിൻ്റെ ലക്ഷണമാണ് ട്രംപ് MBSനെ തന്നെ വിളിച്ചത്. അങ്ങനെ സൗദിയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം അതിശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ട്രംപ് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പോയിട്ട് പ്രസംഗിച്ചത്
ഈ കാര്യം പ്രത്യേകം പറഞ്ഞു. ഞാൻ ആദ്യം പോയത് സൗദിയിലാണ്. സൗദിയിലെ ചെറുപ്പക്കാരൻ MBSനെ കുറിച്ച് പറഞ്ഞതാണ്. അയാളൊരു ജെന്റിൽമാനാണ്, മിടുക്കനാണ്, അയാളൊരു പ്രഗത്ഭനാണെന്നാണ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അങ്ങനെ MBSനോട് ചേർന്ന് നിന്നുകൊണ്ട് ട്രംപ് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന ഒന്ന് സൗദി അറേബ്യയുമായുള്ള ബന്ധമാണ്. ലോക ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് മെക്കയും മദീനയുമാണ്, സൗദിയിലാണ്. അപ്പോൾ ഈ സൗദിക്ക് ഇസ്രായേൽ വിരോധമില്ലെങ്കിൽ, സൗദിയും ഇസ്രായേലും ഒരുമിച്ച് നിന്നാൽ ഈ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പകുതി പരിഹരിക്കപ്പെടും. അമേരിക്കയും സൗദിയും തമ്മിൽ ബന്ധമാണ്. ഇസ്രായേലുമായി അവർക്ക് അകൽച്ചയൊന്നുമില്ല. ഉള്ള അകൽച്ച അവസാനിപ്പിച്ച് ഇസ്രായേലുമായി വ്യാപാര ബന്ധങ്ങളും വ്യോമബന്ധങ്ങളും ഒക്കെ സ്ഥാപിച്ച് ഇസ്രായേലിനെ സഖ്യകക്ഷിയായി മുമ്പോട്ട് കൊണ്ടുവന്നാൽ ഈ ഇസ്ലാമിക ശക്തികളുടെ വലിയ തോതിലുള്ള നീക്കങ്ങൾ പൊളിഞ്ഞു പോകും. ട്രംപിൻ്റെ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പതിയെ പതിയെ ലോകത്തെ കീഴടക്കുന്നു. ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ്, വോക്കിസം ലോകത്തെ കീഴടക്കുന്നു. അതിനെതിരെ നിലപാടെടുക്കുക എന്നതാണ് ട്രംപിൻ്റെ ഒരു സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിന് അവർ സൗദിയെ ചേർത്ത് പിടിക്കുന്നു, ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത്, ഇന്ത്യയും ട്രംപിൻ്റെ പങ്കാളി തന്നെയാണ്. ആ മോദിയുമായി ട്രംപിന് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ട്രംപ് അധികാരത്തിലെത്തിയ ഉടൻ തന്നെയാണ് ട്രംപിന് സ്വാധീനമുള്ള അമേരിക്കൻ സുപ്രീം കോടതി മുംബൈ സ്ഫോടന കേസിലെ പ്രതികളിൽ ഒരാളായ താഹാവൂർ റാണയെ വിട്ടയക്കാൻ ഉത്തരവിട്ടത്. ഈ നമ്മുടെ രാജ്യത്തെ പോലല്ല സുപ്രീം കോടതിയൊക്കെ. സുപ്രീം കോടതി അമേരിക്കയിൽ രാഷ്ട്രീയ നിയമനമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ നിലപാട് തന്നെയാണ് അറ്റോർണി ജനറൽ അമേരിക്കൻ സുപ്രീം കോടതിയിൽ എടുത്തത്. ആ ഒരു നിലപാടിൻ്റെ വിജയമാണ് വാസ്തവത്തിൽ താഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ ഉത്തരവിറങ്ങാൻ കാരണം. താഹാവൂർ റാണ കനേഡിയൻ പൗരത്വമുള്ള പാക് വംശജനാണ്. ഡേവിഡ് ഹെഡ്ലി എന്ന് പറയുന്ന പാക് വംശജനായ അമേരിക്കൻ പൗരൻ വാഷിങ്ടണിൽ ജനിച്ച് അവിടെ ഭീകരവാദം നടത്തി. അന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഈ ഫ്രാൻസിലെ പത്രം ഓഫീസിലെ സ്ഫോടനമടക്കം അനേകം സ്ഫോടനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച, പലതവണ ഇന്ത്യയിൽ വന്ന് മുംബൈ സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്ത ഡേവിഡ് ഹെഡ്ലി ഇപ്പോൾ മുംബൈ ആക്രമണ കേസിൽ അമേരിക്കയിൽ ജയിലിലാണ്. 35 വർഷം തടവിന് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. അന്ന് ഈ ഹെഡ്ലിയെ ഇങ്ങോട്ട് വിട്ടുതരുന്ന കാര്യത്തിലൊക്കെ തർക്കമുണ്ടായിരുന്നു. കാരണം ഡബിൾ ഏജൻ്റാണ് എന്നാണ് സംശയിക്കുന്നത്. അമേരിക്കയുടെ കൂടി CIA കൂടി ഏജൻ്റാണെന്ന് സംശയിക്കപ്പെടുന്നതുകൊണ്ടാവാം. എന്തായാലും വിചാരണയ്ക്ക് വിധേയനായി ഡേവിഡ് ഹെഡ്ലി അവിടെ ജയിലിൽ കഴിയുകയാണ്. ആ കേസിൽ ഏറ്റവും നിർണായകമായ പ്രതിയായി ഇന്ത്യ കാണുന്ന ആളാണ് താഹാവൂർ റാണ. താഹാവൂർ റാണയെ വിട്ടുതരാൻ ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതി അനുമതി കൊടുത്തത് ട്രംപിൻ്റെ കൂടി നിലപാടിൻ്റെ വിഷയമാണ്. ട്രംപിൻ്റെ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു വളരെ നിർണായകമായ കാര്യമാണ്. അതിശക്തമായ നിലപാടായിരുന്നു ഈ കാര്യത്തിൽ ഇന്ത്യ അനുകൂലിച്ചുകൊണ്ട് സർക്കാർ എടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടുമായി ട്രംപ് മുമ്പോട്ട് പോകുന്നു. അതിന് ഇന്ത്യയെ ഉപയോഗിക്കും, ഇസ്രായേലിനെ ഉപയോഗിക്കും, ലോകത്ത് ആരെയും ഉപയോഗിക്കും, സൗദി അറേബ്യയെ ചേർത്ത് പിടിക്കും. അങ്ങനെ ഒരു സഖ്യം രൂപപ്പെടുത്തി ഈ ഇടത് ഇസ്ലാമിക ലിബറൽ പൊളിറ്റിക്സിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. വെറുതെ പോയി യുദ്ധം നടത്തി അമേരിക്കയുടെ റിസോഴ്സുകൾ, വിഭവങ്ങൾ, പണം നഷ്ടപ്പെടുത്താൻ ട്രംപിന് താല്പര്യമില്ല. എന്നാൽ ട്രംപ് തന്ത്രപരമായ ബന്ധങ്ങളിലൂടെ, നീക്കത്തിലൂടെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ അടിവേര് പൊളിക്കുമെന്ന് തീർച്ചയാണ്. ഹമാസിനെ തീർക്കാൻ ഇസ്രായേലിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ താൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് തടവുകാരെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ 4 പട്ടാളക്കാരെ കൂടി മോചിപ്പിച്ചു. അതേസമയം ഗാസയിൽ മാത്രമാണ് വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞ് ഇസ്രായേൽ കൃത്യമായി വെസ്റ്റ് ബാങ്കിൽ ആക്രമണം തുടരുന്നുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ട്രംപ് അവസരം കാത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും ഹമാസ് നിലപാട് തിരുത്തിയാൽ അപ്പോൾ തന്നെ ആക്രമണം ഉണ്ടാവാം. ഹമാസിനെ തീർത്തിട്ട് മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രായേൽ പറയുന്നെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നയാളാണ് ട്രംപ്. ഭീകരവാദത്തെ തുടച്ചു നീക്കണമെന്ന നിലപാടിൽ ട്രംപ് മുമ്പോട്ട് പോകുമ്പോൾ ലോകമേറെ പ്രതീക്ഷയോടെയാണ് ട്രംപിൻ്റെ വരാൻ പോകുന്ന 4 വർഷത്തെ നോക്കിക്കാണുന്നത്.